ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടെയ്നർ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ ബോക്സുകളിലൊക്കെ വെച്ച് അതിൻ്റെ മേലെ മൂടിയൊക്കെ വെച്ചിട്ടാണ് കൂടുതലും ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വെക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തണം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സാധനം അതിന് പ്രത്യേകമായിട്ട് കണ്ടെയ്നേഴ്സ് വേണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വലുതും ചെറുതും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത്? ഈ പ്രൊഡക്റ്റ് വാങ്ങിയതിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതെന്താണ്? ചെറിയ ഡാമേജ് പറ്റിയ പ്രൊഡക്റ്റുകളുണ്ട്. അത് ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സെന്ററിൽ നിന്നാണ് വന്ന പ്രൊഡക്റ്റിന് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടെയ്നേഴ്സ് ഓപ്പൺ ചെയ്തു എന്നല്ലാതെ അതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ബോക്സ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പം നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നർ വാങ്ങിയേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ പ്രോഡക്റ്റും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നറാണ് കിട്ടുന്നത്. ഇത് 2400 ml ഫസ്റ്റ് കണ്ടെയ്നർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മൂടി. ഇതാണ് 2400 കണ്ടെയ്നർ. ഓക്കെ, അപ്പം ഇതിങ്ങനെ നമുക്ക് മൂടി വെച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ് നെക്സ്റ്റ്. ഇത് 1400 ml വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂടിയാണിത്. പിന്നെ വന്നേക്കുന്നത് ഈ ഒരു കുഞ്ഞു ബൗളാണ്. ഇത് 700 ml ബൗളാണ്. അപ്പം നമുക്ക് ഇതിലെന്തെങ്കിലും എന്താ പറയുക, ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് ബാക്കി വരുന്നതോ അല്ലെങ്കിൽ തോരനൊക്കെ വെച്ചിട്ട് ബാക്കി വരുന്ന ഇതൊക്കെ നമുക്ക് ഇതിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കറികൾ എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ നമുക്കിതിൽ എടുത്തു വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മൾ എത്ര വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും ചോറ് എപ്പോഴും ബാക്കിയായിരിക്കും അല്ലേ? നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചോറ് വെക്കുന്നതാണ്. ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇത്തിരിയെങ്കിലും ബാക്കി വരും. അപ്പോൾ ഇത്തിരി ബാക്കി വരുന്ന പ്രൊഡക്റ്റ് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് അതിൻ്റെ മേലെ മൂടിയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വരുന്ന ചോറൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ബൗളിൽ ഇട്ട് വെക്കാം. ഒരുപാടൊന്നും കൂടുതൽ വരാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വരുന്നത് ഈ ഒരു ബൗളിൽ കൊള്ളാനുള്ളതേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, സ്ട്രോങ് ആണ് പ്രൊഡക്റ്റ്. അല്ലാതെ നൈസായ പ്രൊഡക്റ്റൊന്നും അല്ല, നല്ല സ്ട്രോങ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അടുത്ത ഏതാ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് വാങ്ങിച്ചേക്കുന്നത് മീഷോയിൽ നിന്നാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയ പ്രൊഡക്റ്റാണ്. ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇതിലൊരു ഡാമേജ് വന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടമായി. എന്തായാലും റീഫണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. 1 വീക്കിനുള്ളിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതിലെന്താണ് പ്രൊഡക്റ്റ്, എന്തിനാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് എന്നൊക്കെ ഞാൻ പറയാം. അപ്പം ആദ്യം വാങ്ങിച്ചേക്കുന്നത് ഇതാണ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു 1 2 3 4 5 ഇങ്ങനെ 5 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. മീഷോയിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദേവയ്ക്ക് ഇനിയിപ്പം സ്കൂളിൽ പോവാണ്, അവൻ LKG പോവാണ്. അപ്പോൾ വൈകുന്നേരം വണ്ടിയിലിരുന്നൊക്കെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ കുഞ്ഞു ബോക്സ് ആയിരുന്നു. ബിസ്ക്കറ്റ്, നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ വന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ
ഇത് എത്ര ml ആണ്? ഇത് 110 ml ആണ്. ആദ്യത്തെ പ്രൊഡക്റ്റ് 110 ml ആണ്. രണ്ടാമത് ഉള്ള പ്രൊഡക്റ്റ് ഇതായിരുന്നു. ഇതിൽ നമുക്ക് കറിയൊക്കെ കൊടുത്തു വിടായിരുന്നു. കറി ഇപ്പം നിങ്ങൾ പറയും സ്റ്റീലിൻ്റെ പാത്രത്തിൽ മാത്രമേ കറികൾ കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു വിടരുത് എന്നൊക്കെ പറയും. പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ എല്ലാം സ്റ്റീലിൽ തന്നെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദേവക്ക് കറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് അവന് പപ്പടമാണ്. പപ്പടം ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതിലിട്ട് കൊടുത്താൽ അവന് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം അതിനായിരുന്നു ഞാനിത് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കണ്ടെയ്നർ. ഇത് ഞാൻ എന്ത് ഉദ്ദേശത്തിൽ വാങ്ങിയതാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ലൊരു കണ്ടെയ്നറാണ് ഇത്. 210 ml ആണ് ഇത് വരുന്നത്. പിന്നെ വന്നേക്കുന്നത് ഈ ഒരു കണ്ടെയ്നറാണ്. ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസിന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വാങ്ങിയത്. ഇത് 400 ml ആണ് കേട്ടോ. പിന്നെ വാങ്ങിയേക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്. ഇത് 500 ml പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ വാങ്ങാൻ കാരണം ഇത് ഞാൻ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൽ നമ്മൾ വീട്ടിൽ പാല് വാങ്ങിക്കുമല്ലോ. അപ്പോൾ പാല് വാങ്ങിയിട്ട് നമ്മൾ കവറിലാണ് പാല് വാങ്ങിക്കുന്നത്. ഈ കവറിലുള്ള പാല് നമ്മൾ അധിക പേരും ആ കവറിൽ തന്നെ എന്തെങ്കിലും ഒരു ബൗളിലാക്കി വെക്കാറാണ് പതിവ്. അപ്പം ഞാൻ വിചാരിച്ചു പാലൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് തണിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം നമുക്കിത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ചായ ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പാൽ ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കണ്ടെയ്നർ വാങ്ങിയത്. പക്ഷേ ഇതിലുണ്ടായ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ ഇവിടെ ഇത് ഡാമേജായി. കണ്ടോ, ഇവിടെ ഇത് ഡാമേജായി കാണുന്നുണ്ടോ? ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഡാമേജ് വന്നു. അപ്പം ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് ലീക്കാണ്. അപ്പോൾ ഇത് എനിക്ക് റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ചെയ്യുന്നില്ല, ഇത് എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. മീഷോയിലെ പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അമർന്ന് പോകുന്നൊന്നുമില്ല, നല്ല സ്ട്രെങ്ത് ഉണ്ട് ഇതിന്. പക്ഷെ എന്താണ് സംഭവം? പൊട്ടിപ്പോയി. അപ്പം ഇതൊന്ന് മാറ്റണം. അങ്ങനെയാണ് മീഷോന്ന് വന്നിരിക്കുന്ന ഈ ഒരു മൊത്തം കണ്ടെയ്നർ കാണിക്കാട്ടോ. ഇതാ ഇങ്ങനെ മീഷോന്ന് നമുക്ക് ഇങ്ങനെ 5 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്ന് പോയപ്പോൾ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്ത് സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാം. അപ്പം നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് മീഷോന്ന് തന്നെയാണ്. ഇത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് ഞാനിങ്ങനെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നോക്കി എന്നല്ലാതെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് തന്നെ നോക്കാം. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. നോക്കാട്ടോ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. ഫസ്റ്റ് വന്നേക്കുന്നത് ഇതാ ഇങ്ങനൊരു ബൗളാണ്. കുഴപ്പമില്ല, വലിയ ക്വാളിറ്റിയും ഇല്ല, എന്നാൽ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം സൈസ് ഒരു പാത്രം. ഓക്കെ, അപ്പം അതിൻ്റെ മൂടി ഏതാ ടൈറ്റ് ആണോ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇത് എത്ര ml ആണ് എന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനൊരു പാത്രം. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് അതിനേക്കാൾ ഒരു കുട്ടി പാത്രം, അതിൻ്റെ കുറച്ച് ചെറുത്. അതിൻ്റെ മൂടി ഇങ്ങനൊരു പാത്രം, അതിൻ്റെ മൂടി ഇതാ ഇങ്ങനെ. മൂന്നാമത്തേത് അതിനേക്കാൾ ചെറുതാണ്. അപ്പം അതിൻ്റെ മൂടി കണ്ടില്ലേ, ഇങ്ങനെ. നാലാമത്തെ കുഞ്ഞു പാത്രം ഇതാ കുഞ്ഞു പാത്രം, അതിൻ്റെ മൂടി ഇതാ ഇങ്ങനെ.
ഇനി അഞ്ചാമത്തതാണിത്, ഒരു കുഞ്ഞു ബേബി. ഇതിലും എനിക്ക് ദേവക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തുവിടാൻ പറ്റും, നട്ട്സും ബിസ്ക്കറ്റൊക്കെ കൊടുത്തുവിടാൻ പറ്റുമെന്ന് തോന്നുന്നു. ദേവക്ക് ഓപ്പൺ ചെയ്യാൻ സൗകര്യമാണ്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ഭാഗം. ഇത് മീഷോയിലുള്ള പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മീഡിയം സൈസ് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അഞ്ചെണ്ണം ഞാൻ കാണിക്കാം. കണ്ടോ, ഈ 5 പ്രൊഡക്റ്റാണ് എനിക്ക് മീഷോ എന്ന് പറഞ്ഞത്. ഇത് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ചിലപ്പം അവർ അത് അയക്കുന്ന സമയത്ത് ആ പൊട്ടിപ്പോയ ആ പാത്രം ചിലപ്പം അവർ കൊടുത്തു വിടുമ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനി എത്തുമ്പോഴേക്കും എന്തെങ്കിലും എങ്ങനെ പൊട്ടിയതായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ വീട്ടിലുള്ള കുട്ടികൾ 7 മണിക്കും 7:30ക്കൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് അവർക്ക് ആ സമയം ആകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ രാവിലെ ആകുമ്പോൾ കട്ടിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബൗളിൽ ഇടുകയും സവാള കട്ട് ചെയ്ത് വെക്കാനും പിന്നെ എന്താ പറയുക ബാക്കി തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ മാത്രമല്ല ഇതിനൊക്കെ നമുക്ക് മൂടി വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളം കയറിയെന്നോ നമ്മുടെ ഫ്രിഡ്ജ് കറണ്ട് പോകുമ്പോൾ ലീക്കായി വെള്ളം ഫുഡിലേക്ക് വന്നു എന്നുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടാണ്, കാരണം എൻ്റെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ രാവിലെ 7 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ പോകേണ്ടവരാണ്. അപ്പോൾ രാവിലെ 7 മണി ആകുമ്പോഴേക്കും ഫുഡ് ടേബിളിൽ എത്തണം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചത്. മാത്രമല്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ബാക്കി വരുമ്പോൾ ആ ബാക്കി വരുന്ന ഭക്ഷണം നമുക്ക് ഇതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാനും പറ്റും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് മറ്റുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നമ്മളുടെ എല്ലാവരുടെ മക്കളും ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.